എന്തുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യയിൽ ഏകദേശം 80% ആൾക്കാരും ആവറേജ് ആയിട്ട് ജീവിക്കുന്നതും ആവറേജ് ആയിട്ട് മരിക്കുന്നതും? എന്തുകൊണ്ടാണ് കുറെ അധികം ഇന്ത്യൻസും ഇപ്പോഴും ആ ഒരു സോണിൽ തന്നെ സ്റ്റക്കായി നിൽക്കുന്നത്? എല്ലാവർക്കും വേണ്ടത് സെയിം ജോബ്, എല്ലാവർക്കും ഉള്ളത് സെയിം കംപ്ലൈന്റ്, എല്ലാവർക്കും ഉള്ളത് സെയിം റൊട്ടീൻ. സോ വാട്ട്സ് ദ റീസൺ ബിഹൈൻഡ് ഇറ്റ്? നമ്മുടെ ഇന്ത്യയിൽ ഇത്രയും കഴിവുള്ള ആൾക്കാരുണ്ടായിട്ടും, ഇത്രയും പൊട്ടൻഷ്യൽ ഉള്ള ആൾക്കാരുണ്ടായിട്ടും, ഇത്രയും ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടായിട്ടും എന്തുകൊണ്ടാണ് നമ്മൾ എല്ലാവരും ആവറേജ് ആയിട്ട് നിൽക്കുന്നത്? സോ ഇറ്റ്സ് മീ അലൻ, ലെറ്റ്സ് ഹാവ് സം റിയൽ ടോക്സ്. ഈ വീഡിയോന്റെ ഒപ്പം ഞാൻ കുറച്ച് പോയിന്റ്സും പറയാം. ആ ഒരു പോയിന്റ്സ് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളും ആ ഒരു ആവറേജ് പീപ്പിളിന്റെ ആ ഒരു കൂട്ടത്തിലാണ്. സോ ഇതിനെക്കുറിച്ച് പറയണ മുന്നേ നമുക്ക് കുറച്ചൊന്ന് ബാക്കിലേക്ക് പോകാം. അതായത് നമ്മുടെ സ്കൂൾ സിസ്റ്റത്തിലേക്ക് ഒന്ന് പോവാം. നമ്മളിപ്പോൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മളൊരു മിസ്റ്റേക്ക് വരുത്തി കഴിഞ്ഞാൽ ബേസിക്കലി നമുക്ക് അവിടെ പണിഷ്മെന്റ് കിട്ടും. പണിഷ്മെന്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മൾ സ്റ്റേജിന് പുറത്തു കൊണ്ട് നിർത്തും, അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ഡിസ്കംഫർട്ട് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമുക്ക് പണിഷ്മെന്റ് ആയിട്ട് തന്നത്, നമുക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ. ഈവൻ നമ്മളൊരു മിസ്റ്റേക്ക് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വരുത്തി കഴിഞ്ഞാൽ അവർ നമുക്ക് ഇമ്പോസിഷൻസ് തരും, അല്ലെങ്കിൽ നമ്മളിപ്പോൾ എല്ലാവരും ഉപയോഗിച്ച് ഇങ്ങനെ കൈപൊക്കി നിർത്തും. മാക്സിമം നമ്മൾ നാണം കെടുത്താനും നോക്കുള്ളൂ സ്കൂളിൽ വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. ആ ഒരു കാര്യത്തിലൂടെ മെയിൻ ആയിട്ട് ഈ സ്കൂൾ സിസ്റ്റം നമ്മളെ പഠിപ്പിക്കണമെന്ന് അറിയോ, മിസ്റ്റേക്ക് വരുത്തരുതെന്ന്, അല്ലെങ്കിൽ തെറ്റ് ലൈഫിൽ പാടില്ല എന്ന്. വേറൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ ടു അവോയ്ഡ് റിസ്ക് ഓർ ടു പ്ലേ സേഫ്. ബട്ട് ഇൻ റിയൽ ലൈഫിൽ നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം പഠിക്കണമെന്നുണ്ടെങ്കിൽ അത് മിസ്റ്റേക്ക് ഇല്ലാണ്ട് അല്ലെങ്കിൽ ഒരു തെറ്റ് പറ്റാണ്ട് നമ്മൾ ആരും പഠിക്കൂല പ്രോപ്പറായിട്ട്. ഈ ലോകത്തൊന്ന് നോക്കിക്കഴിഞ്ഞാൽ കുറേ മിസ്റ്റേക്ക് വരുത്തിയ ആൾക്കാർ മാത്രമേ എന്തെങ്കിലുമൊക്കെ നല്ലോണം അച്ചീവ് ചെയ്തിട്ടുള്ളൂ. ഈ സ്കൂൾ സിസ്റ്റം നമ്മളെ പഠിപ്പിക്കണമെന്ന് വെച്ചാൽ ഒരിക്കലും മിസ്റ്റേക്ക് വരുത്തരുത്, മിസ്റ്റേക്ക് വരുത്തിയ എന്തോ മോശം കാര്യമാണ്, അല്ലെങ്കിൽ മിസ്റ്റേക്ക് ആരും വരുത്താൻ പാടില്ല, എല്ലാവരും സേഫ് ആയിട്ട് തന്നെ പ്ലേ ചെയ്യണം, ആരും റിസ്ക് എടുക്കാൻ പാടില്ല എന്നുള്ളൊരു തോട്ടാണ് സ്കൂൾ സിസ്റ്റം നമ്മളെ പഠിപ്പിക്കുന്നത്. ഞാൻ ഒരിക്കലും സ്കൂളിലെ ഒരു യൂസ്ലെസ് തിങ് ആയിട്ടല്ല ഇവിടെ പറയുന്നത്. സ്കൂൾസ് നമ്മളെ കുറെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ നമുക്കൊരു പ്രോപ്പർ ഡിസിപ്ലിൻ ബിൽഡ് ചെയ്യാണ്ട് സ്കൂൾ നമ്മളെ ഹെൽപ്പ് ചെയ്യും, അതുപോലെ തന്നെ ഒരു പ്രോപ്പർ സ്ട്രക്ചർ ബിൽഡ് ചെയ്യാണ്ടും സ്കൂൾ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ബട്ട് ഇൻ ദിസ് കേസ് നമ്മളെല്ലാവരും ആവറേജ് ആയിട്ട് നിൽക്കാനുള്ള ഒരു മെയിൻ കാരണം അത് നമ്മുടെ സ്കൂളിൽ നിന്ന് തന്നെയാണെന്ന് ഞാൻ പറയും. അതുപോലെ തന്നെ ഇപ്പൊ കുറെ പിള്ളേരും കുറെ ഇൻഫ്ലുവൻസേഴ്സും സോഷ്യൽ മീഡിയാസിൽ പറയുന്ന കാര്യമാണ്, എന്തിനാണ് നമ്മളൊരു ജോലിയുടെ പുറകെ പോണത്, അല്ലെങ്കിൽ എന്തിനാണ് ഈ ഒരു റാറ്റ് റേസിന്റെ പുറകെ പോണത്, ബിൽഡ് സം ബിസിനസ്, അല്ലെങ്കിൽ എന്തെങ്കിലും വലുതായിട്ട് ബിൽഡ് ചെയ്യും, കോടികൾ ഉണ്ടാക്കും, മില്യൺസ് ഉണ്ടാക്കും. ഇങ്ങനെ കുറെ പേര് ഇപ്പൊ ഇതിനെക്കുറിച്ച് ടോക്ക് ചെയ്യുന്നുണ്ട്. ബേസിക്കലി എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ഒരു ബിസിനസ് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു ജോബ് ആണെങ്കിലും അത് ഓരോ ആൾക്കാരുടെ ഒരു ഒപ്പീനിയൻ ആണ്. ഇപ്പൊ എന്റെ ഒപ്പീനിയൻ ഒരു ഓണ്ടർപ്രണർ ആവണമെന്നാണെങ്കിൽ ഞാൻ അതിനുവേണ്ടി വർക്ക് ചെയ്യും, ഞാൻ അതിനുവേണ്ടി റിസ്ക് എടുക്കും, കാര്യങ്ങളെല്ലാം ചെയ്യും. ബട്ട് വേറൊരാളുടെ ഒപ്പീനിയൻ എടുക്കണമെങ്കിൽ ചിലപ്പോൾ അയാൾക്ക് ഈ ഒരു ബിസിനസ് അല്ലെങ്കിൽ ആ റിസ്കി ഫീൽഡിൽ ചിലപ്പോൾ താല്പര്യം ഉണ്ടാവില്ല. ആ ഒരാൾക്ക് ചിലപ്പോൾ സേഫ് ആയിട്ട് മൂവ് ചെയ്യാനായിരിക്കും താല്പര്യം, സേഫ് ആയിട്ടുള്ള ജോബ്, സേഫ് ആയിട്ടുള്ള ഒരു വീട്, ആ ഒരു രീതിയിൽ പോകാനായിരിക്കും, ഫാമിലി മെമ്പേഴ്സൊക്കെ ആയിട്ട് സേഫ് ആയിട്ട് പോകാനായിരിക്കും ആ ഒരു ആൾക്ക് താല്പര്യം. സോ നമ്മൾ ഒരിക്കലും നമ്മുടെ പാഷൻ വേറൊരാളുടെ മേത്തേക്ക് അടിച്ചേൽപ്പിക്കാതിരിക്കുക. ആസ് ആൻ ഓണ്ടർപ്രണർ നമുക്ക് നല്ലോണം റിസ്ക് എടുക്കാൻ താല്പര്യം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ കുറെ കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യാൻ താല്പര്യം ഉണ്ടായിരിക്കും, ഫൈനാൻഷ്യൽ ഫ്രീഡം നമ്മുടെ ലൈഫിൽ കൊണ്ടുവരാൻ നമുക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ടാവും. ബട്ട് അങ്ങനെ ആയിരിക്കില്ല എല്ലാവർക്കും. സോ ആ ഒരു കാര്യം ആദ്യം നമ്മൾ മനസ്സിലാക്കുക. ബട്ട് ചിലവർക്ക് സേഫ് ആയിട്ടുള്ള മൂവ്മെന്റ് ആയിരിക്കും താല്പര്യം, സേഫ് ആയിട്ടുള്ള ഒരു ജോബ്, സേഫ് ആയിട്ടുള്ള ഒരു റിട്ടയർമെന്റ് പ്ലാൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും, സേഫ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ്. റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്ത കുറെ പേര് നമ്മുടെ സറൗണ്ടിങ്സിൽ ഉണ്ടാവും. സോ ഒരിക്കലും നമ്മുടെ ഒരു ഒപ്പീനിയൻ വേറൊരാളുടെ മേത്തേക്ക് അടിച്ചേൽപ്പിക്കാണ്ടിരിക്കാൻ നമുക്ക് ഈ ട്രൂത്ത് മാത്രമേ അവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. ഈ സക്സസ് എന്ന് പറഞ്ഞാൽ പലരുടെയും മൈൻഡിൽ പല രീതിയിലായിരിക്കും. ചിലവർക്ക് ഈ സക്സസ് എന്ന് പറഞ്ഞാൽ കുറെ പൈസ ഉണ്ടാക്കുക, കുറെ വീട് മേടിക്കുക, കുറെ കാർ മേടിച്ചിടുക, ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡന്റ് ആവുക, സെറ്റ് ആവുന്നൊക്കെ ആയിരിക്കും സക്സസ് എന്ന് വെച്ചാൽ ചിലവരുടെ മീനിങ് എന്ന് വെച്ചാൽ. ബട്ട് ചിലവർക്ക് എന്ന് വെച്ചാൽ സേഫ് ആയിട്ടായിരിക്കും അവരുടെ സക്സസ് പ്ലാൻ. അതായത് സേഫ് ആയിട്ടൊരു വീട്, സേഫ് ആയിട്ടൊരു കാറ്, ഒരു രീതിയിലുള്ള ഫൈനാൻഷ്യൽ ട്രബിൾസും ഇല്ലാണ്ട് സേഫ് ആയിട്ട് മൂവ് ചെയ്യുക, അതായിരിക്കും ചിലവരുടെ സക്സസ് എന്ന് വെച്ചാൽ. ഇനിയാണ് ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റ്സ് പറയാൻ പോണത്. എന്തുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യയിൽ ഏകദേശം 80% ആൾക്കാർ ഇപ്പോഴും ആവറേജ് ആയിട്ട് ജീവിക്കുന്നത്? അതിന്റെ ട്രൂത്ത് ആണ് ഞാനിപ്പോൾ പറയാണ്ട് പോണത്. ഈ ഒരു ഒറ്റ ക്വസ്റ്റ്യൻ കാരണമാണ് നമ്മുടെ ഇന്ത്യയിൽ മില്യൺസ് ഓഫ് പീപ്പിൾസിന്റെ ഡ്രീംസ് നശിക്കാൻ കാരണം. ആ ക്വസ്റ്റ്യൻ ആണ്, എന്ത് ആൾക്കാർ നമ്മളെ കുറിച്ച് വിചാരിക്കും? ഞാൻ ഈ കോണ്ടന്റ് ക്രിയേഷൻ തുടങ്ങിയ സമയത്ത് എനിക്കും ഡൗട്ട് ഉണ്ടായിരുന്നു, ആൾക്കാർ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും, ഞാൻ ചെയ്താൽ തെറ്റിപ്പോയ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ പറയണൊക്കെ ശരിയാണോ എന്നൊക്കെ എനിക്ക് ഭയങ്കര ഡൗട്ട് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഭയങ്കര ഫിയർ ഉണ്ടായിരുന്നു. ബട്ട് ഞാൻ 2-3 വീഡിയോസ് ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് പതിയെ ഫിയർ മാറാൻ തുടങ്ങി, അല്ലെങ്കിൽ ആ ഒരു ഫിയറിൽ നിന്ന് പതിയെ സ്റ്റെപ്പ് ഔട്ട് ആകാൻ തുടങ്ങി. നമ്മുടെ ലൈഫിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്യാണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ ആൾക്കാരെ നോക്കി നിന്നാൽ നമ്മുടെ സമയം വേസ്റ്റ് ആവുള്ളൂ. നമുക്ക് എന്തെങ്കിലും ചെയ്യാണ്ടെന്നുണ്ടെങ്കിൽ അത് ഇപ്പം തന്നെ അങ്ങോട്ട് ചെയ്തോളാം. അല്ലാണ്ട് ഫ്രണ്ട്സ് എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കുന്നു നോക്കേണ്ട കാര്യമൊന്നുമില്ല. ബേസിക്കലി ഇത് എനിക്കുണ്ടായ കാര്യം തന്നെയാണ്. പിന്നെ നമ്മൾ ആ ഒരു കാര്യം, നമ്മൾ ആ ഒരു ടാസ്ക് ഏതാണെങ്കിലും അത് ചെയ്ത് കഴിയുമ്പോൾ പതിയെ നമുക്ക് ആ ഒരു ഫിയർ കുറഞ്ഞു വരും. ഏത് കാര്യമായാലും നമ്മളെ കൊണ്ട് ആകെ ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ ആൾക്കാർ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും എന്നുള്ളൊരു തോട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ആൾക്കാർക്ക് അവരുടെ കാര്യം പോലും പ്രോപ്പറായിട്ട് നോക്കാൻ സമയമില്ല, പിന്നെയാണ് നമ്മുടെ കാര്യം നോക്കാൻ. സോ ആ ഒരു കാര്യം മൈൻഡിൽ വെക്കുക, ജസ്റ്റ് മൂവ് ഓൺ ചെയ്യുക. ആസ് എ കോളേജ് സ്റ്റുഡന്റ് നിങ്ങൾ കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ എന്തെങ്കിലും ഒരു സ്കില്ലും കൂടെ പഠിച്ചിരിക്കണം. ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ, ആസ് എ കോളേജ് സ്റ്റുഡന്റ് നിങ്ങൾ കോളേജിൽ നിന്ന് പാസ് ഔട്ട് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു പ്രോപ്പർ കരിയർ സെറ്റ് ആക്കാൻ പറ്റുമെന്ന് ഒരു നിർബന്ധമില്ല. സോ ആ ഒരു സമയത്ത് നിങ്ങൾ ഒരു ഹൈ ഇൻകം സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുത്താൽ അത് ഓവറോൾ നിങ്ങളുടെ കരിയറിനെ ഹെൽപ്പ് ചെയ്യും. നിങ്ങളിപ്പോൾ ഒരു സ്റ്റുഡന്റ് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ കോളേജിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിലും നിങ്ങളൊരു സ്കില്ല്
സ്കില്ല് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായാലും നിങ്ങളുടെ ഓവറോൾ കരിയറിനെ ഹെൽപ്പ് ചെയ്യും. സോ ദി തേർഡ് പോയിന്റ്, വെയിറ്റിംഗ് ഫോർ റൈറ്റ് ടൈം. നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ബിൽഡ് ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ പൊതുവെ ഇന്ത്യൻസ് പറയാറുള്ള കാര്യമാണ് കോളേജ് കഴിഞ്ഞിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ജോബ് കഴിഞ്ഞിട്ട് ചെയ്യാം, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് ചെയ്യാം, അല്ലെങ്കിൽ അടുത്ത സാലറി വരുമ്പോൾ ചെയ്യാമെന്ന് പറഞ്ഞ് നമ്മൾ ആ ഒരു കാര്യം ഇങ്ങനെ പ്രൊക്കാസ്റ്റിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിൽ നമുക്കൊരു കാര്യം ചെയ്യാണ്ട് അതിന്റെ പെർഫെക്റ്റ് ടൈം അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് ടൈം എന്ന് പറഞ്ഞ കാര്യം ശരിക്കും ഇല്ല. എല്ലാവർക്കും നല്ല ഐഡിയാസ് ഒക്കെ ഉണ്ടാവും, പക്ഷെ ആ ഒരു കാര്യങ്ങളെല്ലാം നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റി വെച്ചിട്ട് ഒരു 35-40 വയസ്സൊക്കെ ആകുമ്പോഴായിരിക്കും ഇതിനെക്കുറിച്ച് അറിയുന്നതും റിയലൈസ് ചെയ്യുന്നതും. ഞാൻ ഈ കളഞ്ഞത് എന്റെ വാല്യൂബിൾ ആയിട്ടുള്ള ടൈമാണെന്നും ഇനി എനിക്ക് ആ ടൈം തിരിച്ചു കിട്ടുള്ളൂ എന്നുള്ള കാര്യം അവർ അപ്പോഴായിരിക്കും തിരിച്ചറിയുന്നത്. നമ്മുടെ ലൈഫിൽ ഏത് കാര്യമാണ് നമുക്ക് ചെയ്യാനുള്ളത്, അതിന്റെ റിസോഴ്സസ് നമ്മുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. അതിനായിട്ട് ഒരു പെർഫെക്റ്റ് ടൈം നോക്കി നിൽക്കേണ്ട കാര്യമില്ല. ദി ലാസ്റ്റ് പോയിന്റ്, ലാക്ക് ഓഫ് സെൽഫ് ബിലീഫ്. ചെറുപ്പത്തിലെ നമ്മുടെ പാരന്റ്സ് നമ്മളെ വെച്ച് കമ്പയർ ചെയ്യുമായിരുന്നു. അതായത് ഇപ്പോൾ ഒരു എക്സാമിൽ നമുക്ക് മാർക്ക് കുറഞ്ഞു പോയാൽ നമ്മുടെ മാർക്ക് നമ്മുടെ ഫ്രണ്ടിന്റെ മാർക്കും വെച്ച് നമ്മൾ കമ്പയർ ചെയ്തിട്ട് പറയും അവനെ കണ്ടുപിടി അല്ലെങ്കിൽ അവളെ കണ്ടുപിടി, നിന്നേക്കാൾ നല്ല മാർക്ക് ഉണ്ട്, നിന്നേക്കാൾ നല്ല ഗ്രേഡ് ഉണ്ടെന്ന് പറഞ്ഞ് ചെറുപ്പം തൊട്ട് തന്നെ നമ്മളെ ഒരു കമ്പാരിസൺ ഫീൽഡിൽ നമ്മളെ പാരന്റ്സ് കൊണ്ട് എത്തിക്കുമായിരുന്നു. അവന്റെ മാർക്സ് കണ്ടുപിടി അല്ലെങ്കിൽ അവളുടെ മാർക്സ് കണ്ടുപിടി എന്ന് പറഞ്ഞ് നമ്മളെ കമ്പയർ ചെയ്യുമായിരുന്നു. നമുക്കിപ്പോൾ മാർക്ക് കുറവാണെന്നുണ്ടെങ്കിൽ ബേസിക്കലി ആ ഒരു കമ്പാരിസണിലൂടെ തന്നെ അവരുടെ കോൺഫിഡൻസ് നല്ലോണം ലൂസ് ആവും. ആ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ അവരുടെ മനസ്സിൽ നല്ലോണം ഈ ഒരു നെഗറ്റിവിറ്റി ഫീൽ ചെയ്യും. അവരൊന്നിനും കൊള്ളൂല, അല്ലെങ്കിൽ അവർ പഠിത്തത്തിൽ ബാഡാണ്, അല്ലെങ്കിൽ ഞാൻ അവനേക്കാളും ബെറ്റർ അല്ല, അങ്ങനത്തെ ഒരു തോട്ട് എന്ത് ചെയ്യും ആ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ പിള്ളേരുടെ മനസ്സിൽ വരും. സോ ആ ഒരു ഒറ്റ കാര്യം, ആ ഒരു കമ്പാരിസൺ എന്ന് പറയുന്ന കാര്യത്തിലൂടെ തന്നെ അവർ ആ ഒരു മൊത്തം കോൺഫിഡൻസ് ആ ഒരു പ്രായത്തിൽ തന്നെ അവർക്ക് ഇല്ലാണ്ടാവും. മാക്സിമം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളൊരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ആ ഒരു സെൽഫ് ബിലീഫ് ബിൽഡ് ചെയ്തെടുക്കുക. ഈവൻ നിങ്ങളുടെ ആ ഒരു ഗോളിലേക്കുള്ള നിങ്ങളുടെ ഒരു ട്രസ്റ്റ് ഉണ്ടല്ലോ അത് ബിൽഡ് ചെയ്തെടുക്കുക, അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുക. എന്തൊക്കെ സംഭവിച്ചാലും ആ ഒരു കോൺഫിഡൻസ് വിടാണ്ടിരിക്കുക. നിങ്ങൾ തന്നെ നിങ്ങളുടെ ബോഡിക്ക് ഒരു പ്രോമിസ് കൊടുക്കുക, ഞാൻ ഇത്ര നാൾക്കുള്ളിൽ അവിടെ എത്തും എന്നുള്ളൊരു പ്രോപ്പർ പ്രോമിസ് നിങ്ങളുടെ ബോഡിക്ക് കൊടുത്തിട്ട് അതിനുവേണ്ടി നിങ്ങൾ വർക്ക് ചെയ്യുക. എന്തായാലും നിങ്ങളുടെ ഗോളിലേക്ക് നിങ്ങൾ എത്തും. സോ ഓൾവേസ് ബിലീവ് ഇൻ യുവർ സെൽഫ്. ദാറ്റ്സ് ഓൾ.